സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. വിവരങ്ങളുമായി ജീവൻ തത്സമയം ചേരുന്നുണ്ട്. ജീവൻ ജനപ്രിയ ചിത്രങ്ങളുടെ രീതികളെയും താരങ്ങളെയും ഒക്കെ വളരെ നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. ചിത്രത്തിന്റെ മൂല്യത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. സിനിമാ വിപണനം അത് അദ്ദേഹത്തെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമാണ് സിനിമാ രംഗത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്, സ്മരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ? രശ്മി, അല്പസമയങ്ങൾക്ക് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് പ്രമുഖ സംവിധായകനായ ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അന്തരിച്ചത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം കടുത്ത കരൾ രോഗബാധിതനായിരുന്നു. കരൾ രോഗബാധ കൂടിയതിനെ തുടർന്നാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത്. തുടർന്ന് ഏതാണ്ട് 8:45 മരണം സംഭവിക്കുകയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും വളരെ അവിസ്മരണീയമായ പേരുകളിൽ ഒന്നാണ് ലെനിൻ രാജേന്ദ്രൻ എന്ന് നമുക്ക് സംശയം പറയാനാവും. ഏതാണ്ട് 1981 മുതൽ വേനൽ എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ചലച്ചിത്ര സഫരിയ 2016 പുറത്തിറങ്ങിയ ഇടവപ്പാതി എന്ന ചിത്രത്തിലാണ് എത്തി നിൽക്കുന്നത്. ഏതാണ്ട് 15ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു പേരായി അദ്ദേഹത്തിൻ്റെത് മാറുന്നത് മീനമാസത്തിലെ സൂര്യൻ പോലെയുള്ള, സ്വാതി തിരുനാൾ പോലെയുള്ള, കുലം പോലെയുള്ള, മഴ, ചില്ല്, പ്രേം നസീറിനെ കാണാനില്ല തുടങ്ങിയ വളരെ അവിസ്മരണീയമായ ചിത്രങ്ങൾ മലയാളത്തിന്റെ ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്ത ഒരു അതുല്യനായ ക്രിയേറ്ററെയാണ് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം KSFDCയുടെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മലയാള സമാന്തര സിനിമാ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ ലെനിൻ രാജേന്ദ്രനെ പോലെ ഇത്ര വിസ്മരിക്കാനാവാത്തൊരു പേര് നമുക്കുണ്ടാവില്ല. കാരണം ഒരുപക്ഷെ മീനമാസത്തിലെ സൂര്യൻ പോലെയൊക്കെയുള്ള വലിയ വിപ്ലവമുണ്ടാക്കിയ സിനിമകൾ, പ്രത്യേകിച്ച് 1987 സ്വാതി തിരുനാളിന്റെ സിനിമാ മേക്കിങ്ങിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ സ്പെഷ്യൽ ജൂറി മെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനുശേഷം ദൈവത്തിന്റെ വികൃതികൾക്ക് ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുലം പിന്നീട് ഒരു വളരെ പോപ്പുലറായ സിനിമയായി അതിന് ഉണ്ടായി. 2006 കേരള സ്റ്റേറ്റ് ഏറ്റവും മികച്ച സംവിധായകനുള്ള അവാർഡ് രാത്രിമഴ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. 2010 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രമായി അദ്ദേഹത്തിന്റെ മകരമഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി അന്തർദേശീയ മേളകളിലടക്കം പ്രവർത്തിക്കപ്പെട്ട ഒരു ചലച്ചിത്ര സബരിയുടെ ഉടമയാണ് അദ്ദേഹം. ഒരുപക്ഷെ തിരുവിതാംകൂറിന്റെ ചരിത്രം ഇത്രയധികം സിനിമയിൽ വിജയമാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മയുടെ CV രാമൻപിള്ളയുടെ ഒരു ചരിത്രപരമായ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത കുലം, അതിനു മുമ്പ് സ്വാതി തിരുനാളിനെ മുഖ്യ കഥാപാത്രമായി സൃഷ്ടിച്ചെടുത്ത സ്വാതി തിരുനാൾ എന്ന സിനിമ, അങ്ങനെ അടക്കമുള്ള ഒരുപക്ഷെ ഇതിഹാസ കാവ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവവികാസങ്ങളെ അഭ്രവാളിയിലേക്ക് ആവാഹിക്കുമ്പോൾ അതിന്റെ തനിമയോ അതിന്റെ പൗരാണികതയോ ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ അവതരിപ്പിക്കാനുള്ള വലിയ കഴിവ് നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അത് സ്വാതി തിരുനാളിന്റെ മേക്കിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന മീനമാസത്തിലെ സൂര്യൻ പോലെയുള്ള ഒരു വളരെ തികഞ്ഞ വടക്കേ മലബാറിലെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ പറയുന്ന സിനിമകളുടെ ഒക്കെ ഒരു കാര്യത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മരണം വരെ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുകയും കമ്മ്യൂണിസത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ
സ്വാഭാവികമായും കേരളത്തിന്റെ ചലച്ചിത്ര മേഖലയും ജീവനാണ് വിവരങ്ങളുമായി തത്സമയം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ഇനി ബിജു മുത്തത്തി തത്സമയം സ്റ്റുഡിയോയിൽ നിന്ന് ചേരുകയാണ് നമ്മോടൊപ്പം. ബിജു, മുഖ്യധാരാ സിനിമയോട് അനുബന്ധിച്ച് കേട്ട് വന്ന ഒരു പേരല്ല ലെനിൻ രാജേന്ദ്രൻ്റെത്. ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാമൂല്യമുള്ള ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേരെന്നും കേട്ടിട്ടുള്ളത്. മനസ്സിൽ തോന്നിയ ആശയങ്ങൾ നല്ല തിരക്കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള നല്ലൊരു ചലച്ചിത്ര പ്രവർത്തകൻ. അദ്ദേഹത്തെയാണ് സിനിമാ രംഗത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖ എങ്ങനെ വിവരിക്കാം? രശ്മി ഏതാണ്ട് 3.5-4 പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. 80കളുടെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സജീവത മലയാള സിനിമയിൽ ഉണ്ടാകുന്നത്. ആ ഒരു കാലഘട്ടത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. 80കളിലാണ് ഒരുപക്ഷെ ഒരു വലിയൊരു തലമുറ മലയാള സിനിമയിലേക്ക്, ഒരു നവ തലമുറ, KG ജോർജ്, ഭരതൻ, അതുപോലെ പത്മരാജൻ, അങ്ങനെയൊക്കെ വരുന്ന 80കളുടെ ഒരു സജീവമായ ധാരയിലാണ് ലെനിൻ രാജേന്ദ്രനും പെടുക എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ലെനിൻ രാജേന്ദ്രന്റെ ഒരു സിനിമകളുടെ ഒരു അടിത്തറ ഈ സാഹിത്യത്തോടുള്ള, ചരിത്രത്തോടുള്ള ഒരു അഗാധമായ ഒരു ബന്ധം അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ കാലത്ത് തന്നെയാണ് കേരളത്തിൽ സമാന്തര സിനിമകൾ ശക്തമായിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ സമാന്തര സിനിമകളോട് അത്തരം ആർട്ട് ഹൗസ് സിനിമകളുടെ ഭാഗം, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന കാലത്ത് കച്ചവട ഒരുപക്ഷെ നല്ല വ്യാപാര സിനിമകളോടും ഒക്കെ ചേർന്നുകൊണ്ട് വേറൊരു തരം മൂന്നാം സിനിമ ഉണ്ടാക്കിയ സംവിധായകൻ, ഒരു തരം മധ്യവർത്തി സിനിമ, അങ്ങനെയൊക്കെയാണ് അതേക്കുറിച്ച് നിരൂപണം ചെയ്യുന്ന ആളുകൾ പറയാറ്. അത്തരത്തിലൊരു മധ്യവർത്തി സിനിമയുടെ ഒരു വക്താവായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു നീണ്ട ഒരു പൂർണ്ണമായ ഒരു കരിയർ ഗ്രാഫുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം പൂർണ്ണമാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണമാകുമ്പോൾ, അദ്ദേഹത്തെ മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്ത ഒരു കൂട്ടം സിനിമകൾ എടുത്ത് പരിശോധിച്ച്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വെയിൽ എന്ന സിനിമ തന്നെ 100 ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. അപ്പോൾ കലയോടും അനുരഞ്ജനമില്ലാതെ കലയോട് ഉള്ള ഒരു താല്പര്യം അദ്ദേഹം നിലനിർത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സിനിമ വാണിജ്യത്തിലും കച്ചവടത്തിലും പരാജയപ്പെടരുത് എന്നും അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കലയെ ഒരേ ഈ രണ്ട് ധാരകളെയും, കലയും. ബിജു മുത്തത്തി, ഒരു നിമിഷം നമ്മോടൊപ്പം തത്സമയം ലൈനിൽ ചേരുന്നുണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ. അദ്ദേഹത്തോട് ചോദിക്കാം. ബാലൻ സാർ, എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തെ? എങ്ങനെ സ്മരിക്കുന്നു? ഞാൻ വളരെ അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്താണ് ലെനിൻ രാജേന്ദ്രൻ. ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സിനിമാ ലോകത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനാക്കിയത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായി. അസുഖം മൂർജിക്കുന്ന ഘട്ടത്തിലൊക്കെ ഒരു പരിഭവവുമില്ലാതെ ആരോടും രോഗത്തിന്റെ തീവ്രത പ്രകടിപ്പിക്കാതെ ആശുപത്രിയിൽ പോകും. കുറച്ച് ദിവസം വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും. പിന്നെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തും. പിന്നീടാണ് മദ്രാസിൽ അദ്ദേഹത്തെ ലിവറിന്റെ അതീവ ഗുരുതരമായ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നത്. കേരള ഗവൺമെന്റ് ആദ്യം തന്നെ സഹായിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്തിട്ടുള്ളത്. SFI പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹം കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നത്. 1985 ഞാൻ ലോകസഭയിൽ KR നാരായണനോട് മത്സരിച്ച് തോറ്റു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ലെനിൻ രാജേന്ദ്രനായിരുന്നു മത്സരിച്ചത്.
ലെനിൻ രാജേന്ദ്രനും പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തനായിട്ടുള്ള വക്താവായി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയത്. രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ, ദൈവത്തിന്റെ വികൃതികൾ, നഷ്ടപ്പെട്ട നീലാംബരി, മഴ, അന്യർ, ഇതൊക്കെ കേരളത്തിലെ സിനിമാ ലോകത്തിലെ ശ്രദ്ധേയമായ പടങ്ങളായി. 1992 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച ചിത്രം ദൈവത്തിന്റെ വികൃതികൾ എന്നുള്ളതായിരുന്നു. അതിന്റെ സംവിധായകനും നിർമ്മാതാവും അദ്ദേഹം തന്നെയായിരുന്നു. മികച്ച ജനപ്രിയ കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള 1996 അവാർഡ് കുലം എന്ന ചിത്രത്തിനും ലഭിച്ചു. KSFDCയുടെ ചെയർമാനായ അദ്ദേഹം ഒട്ടേറെ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മെ വിവരിച്ചത്. സിനിമാ ലോകത്തും കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്തും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ യോഗം. അദ്ദേഹത്തിന്റെ കുടുംബവുമായി നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു മദ്രാസിലുള്ള. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി സർ. ലെനിൻ രാജേന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കാലയളവിനെ അനുസ്മരിച്ചുകൊണ്ടും സംസാരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കുതിരക്കച്ചവടവുമായി BJP. 10 കോൺഗ്രസ് MLA-മാരും 3 JDU MLA-മാരും BJP ക്യാമ്പിലെത്തിയതായും സൂചനയുണ്ട്. അതേസമയം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് യെദ്യൂരപ്പ. സന്തോഷ് സലിംഗിന്റെ റിപ്പോർട്ടിലേക്ക്. ഓപ്പറേഷൻ കമൽ എന്ന പേരിൽ BJP JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നു എന്നാണ് സഖ്യത്തിന്റെ പ്രധാന ആരോപണം. BJPക്കാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന ലക്ഷ്യവും. കാരണം കർണാടകയിൽ 28 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 17 സീറ്റിൽ കഴിഞ്ഞ തവണ BJPക്ക് വിജയിക്കാനായി. 9 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ JDSും. നിലവിൽ ഇരുവരും സഖ്യമായി മത്സരിച്ചാൽ, അതായത് കോൺഗ്രസും JDSും സഖ്യമായി മത്സരിച്ചാൽ 2019 തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് 1 സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സഖ്യ സർക്കാരിനെ മറിച്ചിടുകയും ഇരുവരെയും തമ്മിൽ അകറ്റുകയുമാണ് BJPയുടെ ലക്ഷ്യം. ഡൽഹി കേന്ദ്രീകരിച്ച് അതിനുള്ള നീക്കങ്ങൾ സജീവമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി മുംബൈയിൽ താമസിച്ചിരുന്ന BJP MLA-മാരെ മുഴുവൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. BS യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഡൽഹിയിലെത്തിയ ഈ MLA-മാരെ മുഴുവൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരോടൊപ്പം തന്നെ ഈ JDS കോൺഗ്രസ് സഖ്യത്തിൽ നിന്നും വിമതരായി പുറത്തു വന്ന 3 കോൺഗ്രസ് MLA-മാരും ഉണ്ടെന്നാണ് സൂചന. ഏകദേശം 30 കോടിയോളം രൂപ BJP ഇവർക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം BJP ആകട്ടെ ഒരു മറു ആരോപണവും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസും JDSും തങ്ങളുടെ MLA-മാരെ മറുകണ്ഠം ചാടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. കോൺഗ്രസും JDSും അവരുടെ MLA-മാരെ ഇപ്പോൾ സംസ്ഥാനത്ത് സുരക്ഷിതരായി മാറ്റിയിട്ടുണ്ട്. BJP അവരുടെ സ്വന്തം MLA-മാരെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കനയ്യക്കെതിരെ ആരോപിക്കുന്ന രാജ്യദ്രോഹ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. JNU-വിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കനയ്യ കുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുറ്റപത്രം സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കനയ്യകുമാർ പറഞ്ഞു. കുറ്റപത്രം കോടതി നാളെ പരിഗണിക്കും. പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെതിരെ 2016 ഫെബ്രുവരിയിൽ JNU ക്യാമ്പസിനകത്ത് പരിപാടി സംഘടിപ്പിച്ചപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയും
ദ്രോഹപരമായുള്ള മുദ്രാവാക്യം ഉയർത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കനയ്യകുമാർ അടക്കമുള്ള 10 പേർക്കെതിരെ ഇപ്പോൾ ദില്ലി പാട്യ ഹൗസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തീർച്ചയായും തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചത് വ്യക്തമായ അജണ്ടയുടെ പിൻബലത്തിലാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വ്യക്തമായി തന്നെ നമുക്ക് വിശ്വാസമുണ്ട്, കേസിൽ ഞങ്ങൾ വിജയിക്കുമെന്ന നിലപാടാണ് കനയ്യകുമാർ ചൂണ്ടിക്കാണിച്ചത്. കുറ്റപത്രം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ദില്ലി പാട്യ ഹൗസ് കോടതിയിൽ സമർപ്പിച്ചു. 1200 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ 10 വീഡിയോ ക്ലിപ്പുകൾ ഈ സമർപ്പിച്ച തെളിവായി തന്നെ കോടതി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ കോടതി കേസ് പരിഗണിക്കുന്നു. നാളെ ഹർജി കോടതിയെ പരിഗണിക്കുകയാണ്. നാളെ തന്നെ കുറ്റപത്രം പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തന്നെ ഈ വിഷയത്തിൽ എന്താണ് കോടതി നിലപാടെന്ന് ശ്രദ്ധേയപരമായിരിക്കും. കാരണം ഈ കേസ് രാഷ്ട്രീയപരമായി തന്നെ മുതലെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള പല ചർച്ചകളും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ തന്നെ ഈ പറയുന്ന കനയ്യകുമാർ അടക്കമുള്ള 10 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 32ഓളം പേർക്ക് തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ 32 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ 32 പേർക്കെതിരെ ഇപ്പോഴും തെളിവ് കണ്ടെത്താൻ വേണ്ടി പോലീസ് സാധിച്ചില്ല. അപ്പോൾ ഇതൊരു കേസ് കെട്ടിച്ചമച്ചാനുള്ള ആരോപണം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. നാളെ എന്തായാലും കോടതി കേസ് പരിഗണിക്കുകയാണ്. ഈ വിഷയം കുറ്റപത്രം നാളെ കോടതിയുടെ പരിഗണനയിലെത്തും. ആലപ്പാട്ട് സമരത്തിന്റെ പേരിൽ ഇടത് പാർട്ടികൾ തമ്മിൽ ഭിന്നതയില്ലെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഖനനം നിർത്തിവെച്ച് നിരവധി കുടുംബങ്ങളെ പട്ടിണിയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ പി വ്യക്തമാക്കി. ആലപ്പാട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുമെന്നും പൊതുമുതൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഖനനം മാത്രമാണ് നടക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് എം സന്തോഷിന്റെ റിപ്പോർട്ട്. ആലപ്പാട്ടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾക്കാണ് വ്യവസായ മന്ത്രി ഇ പി ജയരാജനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മറുപടി നൽകിയത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനാവശ്യ വിവാദങ്ങളാണ് എന്ന് ഇ പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രി ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കരിമണൽ ഖനനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. നേരത്തെ രാജഭരണ കാലഘട്ടം മുതൽക്ക് തന്നെ കരിമണൽ ഖനനം ആരംഭിച്ചതാണ്. കേരളത്തിന് ലഭിച്ചിട്ടുള്ള വലിയൊരു ആനുകൂല്യമാണ് ഈ കരിമണൽ എന്നുള്ളത്. അത് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ വലിയ സമ്പത്താണ്. ഈ സമ്പത്ത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിന് തന്നെ അത് വലിയ നേട്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. കരിമണൽ മുഴുവനായും കരിമണൽ ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ തന്നെ നടക്കുന്ന ഖനനത്തിന് സാധിക്കുന്നില്ല. അവിടെയുള്ള കരിമണലിന്റെ 25% മാത്രമാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. ഏതായാലും ഇത് മുഴുവനായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ള തൊഴിലവസരങ്ങൾ 3 ഇരട്ടി വർദ്ധിക്കാനും ആ മേഖലയുടെ മൊത്തത്തിലുള്ള വികസനത്തിനും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ മെച്ചപ്പെടാനുള്ള സഹായകരമാകുന്ന ഒന്നാണ് ഈ കരിമണൽ ഖനനം. എന്തിനാണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല. എന്തിനാണ് ചിലർ സമരം നടത്തുന്നത് എന്നുള്ള കാര്യവും അറിയില്ല. ഈ ആദ്യഘട്ടത്തിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധിക്കുന്നവർ ഉയർത്തിയ വിവാദങ്ങൾ അല്ല ഇപ്പോഴുള്ളത്. അത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും കരിമണലുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളും നടത്തിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള ഒരു ഖനനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഏതായാലും സർക്കാരിന്റെ നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാണ്. കരിമണൽ ഖനനം സർക്കാർ തുടരുക തന്നെ ചെയ്യും. 240ഓളം പേർ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബത്തെ പട്ടിണിയിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കരിമണൽ ഖനനം നിർത്തിവെക്കുക എന്നുള്ള ഒരു പ്രശ്നം സർക്കാരിന് മുന്നിൽ ഉദിക്കുന്നില്ല എന്നും മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കി. മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോകുന്നില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങൾ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല, പൂട്ടിക്കാൻ സാധിക്കില്ല. ഇത് ജനങ്ങളുടെ സ്വത്താണ്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതമാർഗമാണ്. ആ പ്രദേശത്തുള്ളവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികൾ. അങ്ങനെയുള്ളൊരു കമ്പനി മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റുമോ? എന്ത് തെറ്റായിട്ടുള്ള ധാരണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകൂ, അവിടെ നിങ്ങൾ പോയി പരിശോധിക്കൂ, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ആലപ്പാടുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും സർക്കാരിൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം. ഈ ആലപ്പാട്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ളവരാണ് പലപ്പോഴും ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. മലപ്പുറത്തുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഒരു പ്രയോഗം മാത്രമായിരുന്നു. അത്തരം വിഷയങ്ങൾ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിലവിൽ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും
എന്നും മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതികരണം ആലപ്പാട്ടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും എന്നുള്ളതാണ്. ആലപ്പാട്ടെ ജനങ്ങൾക്ക് ഉള്ള ആശങ്ക പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചില താല്പര്യങ്ങൾ, ചില പ്രത്യേക താല്പര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ആലപ്പാട് മേഖലയിൽ നിന്നും അനധികൃതമായിട്ട് ഖനനം നടക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. ലോക്സഭാ ഇലക്ഷന് മുമ്പ് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ലോക്സഭാ ഇലക്ഷന് ശേഷം BJP അധികാരത്തിൽ പുറത്താക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പുനരേകീകരണം ഇന്ത്യയിൽ ഉണ്ടാകും. അതിലിടപെടാനാണ് CPIM ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ മുദ്രാവാക്യം BJP അധികാരത്തിൽ പുറത്താക്കുക, കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി CPIMന്റെ അംഗസംഖ്യ, ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെ വ്യവസായ രംഗത്തുണ്ടാകുന്ന വികസനം എന്നാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു ലക്ഷ്യവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പാട്ടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആ സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല. ഏതായാലും ഈ നിലവിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി.